ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ എക്സാം എല്ലാം കഴിഞ്ഞു, നമ്മുടെ എക്സാം എല്ലാം കഴിഞ്ഞു. +1 കഴിഞ്ഞു, +2 കഴിഞ്ഞു, നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. ഇനി കുട്ടികളുടെ മനസ്സിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മുടെ വാലുവേഷൻ ലിബറൽ ആകുമോ അതോ സ്ട്രിക്റ്റ് ആകുമോ, പണി കിട്ടോ പണി കിട്ടില്ലേ, മാർക്ക് പോകില്ലേ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ആ സംശയങ്ങളാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ മാക്സിമം ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ഫസ്റ്റത്തെ സംശയം എന്താണ്? വാലുവേഷൻ ലിബറൽ ആകുമോ? വാലുവേഷൻ ലിബറൽ ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനെ അടിസ്ഥാനപ്പെടുത്തിയും പൊതുവേയുള്ള ആ ഒരു വിഷയത്തെ പറ്റിയിട്ടുള്ള എല്ലാവരുടെയും അഭിപ്രായത്തിന് അനുസരിച്ചിട്ടിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ +2 അക്കൗണ്ടൻസി കമ്പാരിറ്റീവ്ലി ഒരു ടഫർ ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഇതുവരെ കാണാത്ത ചോദ്യങ്ങൾ +1 അക്കൗണ്ടൻസിയിലും ഉണ്ടായിട്ടോ ഇതുവരെ കാണാത്ത ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ടഫ് ലെവലായിരുന്നു. അപ്പോൾ പൊതുവെയുള്ള ഒരു അഭിപ്രായം ഈ ചോദ്യ പേപ്പർ കടുകട്ടിയാണെന്നാണ് ടീച്ചേഴ്സിൻ്റെ ഉൾപ്പെടെ അഭിപ്രായം വരുന്നത്. അങ്ങനെ വരുമ്പോൾ ടീച്ചേഴ്സിന് എല്ലാവർക്കും അറിയാമല്ലോ, അതായത് സബ്ജക്ട് ടീച്ചേഴ്സാണ് ഈ പേപ്പർ നോക്കുന്നത്. അപ്പോൾ അവർക്കറിയാം ഈ സബ്ജക്റ്റ് ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത് അവർക്കറിയാം. ഒരു കുട്ടിക്ക്, ഒരു നോർമൽ ആവറേജ് സ്റ്റുഡൻറ്റിന് ഇത് എത്രത്തോളം എഴുതാൻ പറ്റുമെന്ന് അവർക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഉള്ളത് കൊണ്ട് തന്നെ അക്കൗണ്ടൻസി +1 +2 അക്കൗണ്ടൻസി പോലുള്ള സബ്ജക്റ്റുകളുടെ വാലുവേഷൻ ലിബറൽ ആക്കാനാണ് ചാൻസ് ഉള്ളത്. അതായത് ഒരുവിധം ആ കുട്ടി എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് മാർക്ക് കൊടുക്കും. ആ രീതിയിലായിരിക്കും ഉണ്ടാക്കുക. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ നടന്ന +1 എക്കണോമിക്സ് ബുദ്ധിമുട്ടായിരുന്നു എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. വെരി ഈസി ആയിരുന്നു, എല്ലാം വീഡിയോസ് കണ്ടുകൊണ്ട് എഴുതാൻ പറ്റിയെന്ന് പറയുന്ന 2 ടൈപ്പ് ആളുകളുണ്ട്. സോ ഈ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് വിലയിരുത്താം. +1 എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടല്ല, ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. എന്നാൽ ചില ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്ത് പഠിച്ചിട്ട് പോയ കുട്ടികൾക്ക് പണി കിട്ടിയിട്ടുണ്ട്. അതായത് സ്കാറ്റർ ഡയഗ്രം മാത്രം നോക്കിയിട്ട് പോയി, 5 ഇയർ പ്ലാനിൻ്റെ ഗോൾ മാത്രമായിട്ട് നോക്കിയിട്ട് പോയി, അങ്ങനെ അത് മാത്രം 1-2 ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ച് അങ്ങനെ പോയവർക്കാണ് അത് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുള്ളൂ. അതല്ലാതെ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് 80-ൽ 80 അല്ലെങ്കിൽ സുഖമായിട്ട് A+ നേടാൻ പറ്റുന്ന രീതിയിലായിരുന്നു അതിൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടായിരുന്നത്. യെസ്, അതിലൊരു തർക്കമില്ല. അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻസ്. സെലക്റ്റീവായിട്ട് പഠിച്ചവർക്കാണ് അവിടെ പണി കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് ടീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് ഈസി ക്വസ്റ്റ്യൻ പേപ്പറാണ്, ആ കുട്ടി ഇത്രയും ഒരു ഈസി ക്വസ്റ്റ്യൻ വന്നിട്ട് ആ കുട്ടിക്ക് എഴുതാൻ പറ്റിയില്ലേ, അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് മാർക്ക് കൊടുക്കില്ല. ആ രീതിയിൽ ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നതല്ല കേട്ടോ, മൊത്തത്തിലുള്ള രീതിയിൽ പറയുന്നതാണ്. അപ്പോൾ ആ രീതിയിലായിരിക്കും അതിൻ്റെ മാർക്കിംഗ് ഉണ്ടാകുക. നിങ്ങൾ പഠിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി അതല്ല അവിടെ കൺസിഡർ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയിരുന്നു എന്നാണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് അല്ലായിരുന്നു, ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. സോ അതിൻ്റെ വാല്യുവേഷൻ അതനുസരിച്ച് സ്ട്രിക്റ്റ് ആകും. സോ അങ്ങനെ +2 ഇംഗ്ലീഷ് എളുപ്പമായിരുന്നു. സോ വാല്യുവേഷൻ അതനുസരിച്ച് നോർമൽ ആയിട്ടുള്ള വാല്യുവേഷൻ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ കട്ടിയായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ മാത്രമാണ് ലിബറൽ വാല്യുവേഷൻ വരുള്ളൂ. അതല്ലാതെ വരാണെങ്കിൽ നോർമൽ വാല്യുവേഷൻ ആണ്. പിന്നെ മക്കളെ നിങ്ങൾ പേടിക്കണം, നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകും. ലാസ്റ്റത്തെ ഫൈനൽ ആൻസറും തെറ്റിപ്പോയി, മാർക്ക് പോകുക, ഫുൾ മാർക്ക് പോവില്ലടാ, 1 മാർക്ക് മാത്രമേ പോവുള്ളൂ ഫൈനൽ ആൻസർ തെറ്റിയതിന്. പിന്നെ സ്റ്റെപ്പൊക്കെ കറക്റ്റാണ്, മാർക്ക് കിട്ടും മിസ്സേ, മാർക്ക് കിട്ടും. സ്റ്റെപ്പ് കറക്റ്റാണെങ്കിൽ 4 മാർക്കിന് 2 മാർക്ക് എന്തായാലും കിട്ടും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ എഴുതാൻ വിട്ടുപോയി, അത് ചിലപ്പോൾ പണി കിട്ടും, ചിലപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ട് ടീച്ചർ മാർക്ക് തരാം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമുക്കൊരു ഉറപ്പ് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എക്സാം എല്ലാം കഴിഞ്ഞ് നമ്മൾ കൂളായിട്ട് ഇരിക്കുകയാണ്. +1 കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ +2 ബാച്ചിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളൂ കേട്ടോ. +2 നമുക്ക് ആദ്യം മുതൽക്ക് അടിപൊളിയാക്കാം. താങ്ക് യു.